ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോ ദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രഭാവതി സിദ്ധുവിനോടും ദേവികയോടും മുരളിയോടും പ്രകാശ് വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നു. അവൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല, അവൻ പക്ക ക്രിമിനലാണെന്ന് സിദ്ധു പറയുമ്പോൾ ദേവിയേക്കും അതേ അഭിപ്രായം തന്നെയാണ് ഉണ്ടാകുന്നത്. ഞാനും പൂർണ്ണമായിട്ടും പ്രകാശ് പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ല എന്നും എൻ്റെ കയ്യിൽ നിന്നും അറിയാതെ പറ്റിപ്പോയൊരു തെറ്റിൻ്റെ പേരിൽ അരുന്ധതി പകരം വീട്ടുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം എന്ന് തന്നെ പ്രഭയും പറയുന്നു. ജയിലിൽ കിടക്കുന്ന ഒരാൾ പരാളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരാളുടെ കുടുംബത്തിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട്, സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള പല കള്ളക്കഥകൾ പറയുമെന്നും ഏതായാലും പ്രകാശിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാത്ത സ്ഥിതിക്ക് നമ്മളെല്ലാവരും ഒന്ന് സൂക്ഷിക്കണമെന്നും മുരളി പറയുന്നുണ്ട്. പിന്നീട് ശാരിക അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നതും നീ ഇപ്പോൾ പോകണ്ട എന്നും നന്ദനെ തട്ടിക്കൊണ്ടുപോയവരുടെ അടുത്ത ലക്ഷ്യം എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണമെന്നെല്ലാം രാധികയും മാധവേട്ടനും പറയുന്നുണ്ടെങ്കിലും അവർ പറയുന്നതൊന്നും അനുസരിക്കാനായിട്ട് ശാരിക തയ്യാറാകുന്നില്ല. എന്നെ നോക്കാൻ എനിക്കറിയാമെന്നും നല്ലൊരു കാര്യത്തിന് പോകാനിറങ്ങുമ്പോൾ ഇങ്ങനെ തടസ്സം പറയരുതെന്നും പറയുന്നു. നിൻ്റെ ചേച്ചി MLA ആണ്, ദേവിക മോൾക്ക് നീ ചീത്തപ്പേരുണ്ടാക്കരുത് എന്നെല്ലാം രാധിക പറയുമ്പോൾ അപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും പ്രശ്നം അതാണല്ലേ എന്ന് ചോദിച്ച് അവരുമായിട്ട് തർക്കിക്കുന്നുണ്ട് ശാരിക. നീ അവനെ കാണാൻ ആണ് പോകുന്നത് എന്ന് രാധിക തുറന്നു ചോദിക്കുമ്പോൾ അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശാരിക ധിക്കാരത്തോടു കൂടി പോകുന്നു. പിന്നീട് കെവിനോടായിട്ട് ഇസബെല്ല പറയുന്നുണ്ട്, ഞാൻ ശരിക്കും ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും പാപ്പനും മിക്കവാറും ഇവിടെ നിന്നും ട്രാൻസ്ഫർ ഉണ്ടാകുമെന്നും പാപ്പനും വല്ലാത്ത ഒരു അവസ്ഥയിലാണെന്നെല്ലാം പറയുന്നു. ഇതേ സമയം തന്നെ ശാരിക വരുന്നുണ്ട്. അപ്പോൾ അവർ സംസാരിക്കുന്നതെല്ലാം ശാരിക മറിഞ്ഞു നിന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നീ ഇങ്ങനെ തളരല്ലേ ബെല്ല, നന്ദൻ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മുടെ പകുതി തലവേദന ഒഴിയും, ഏതായാലും നീ വിഷമിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കെവിൻ ഇസബെല്ലയ്ക്ക് ധൈര്യം കൊടുക്കുന്നു. ശാരികയാണെങ്കിൽ അവരുടെ നീക്കങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അവരറിയാതെ. തുടർന്ന് അവർ വീണ്ടും നന്ദൻ്റെ മിസ്സിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഒടുവിൽ അവരൊരുമിച്ച് കാറിൽ കയറി പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ശാരികയാണെങ്കിൽ അവരറിയാതെ കാറിൻ്റെ ബാക്ക് ഡോർ വഴി അകത്ത് കയറി മറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇസബെല്ലയും കൂട്ടി കെവിൻ അവിടെ നിന്നും തിരിക്കുന്നുണ്ട്. തുടർന്ന് ഋഷി മരിച്ചെന്ന് ഒരു കഥ ഉണ്ടാക്കിയത് മുതലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്നും നന്ദനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നാടകം വേണ്ടായിരുന്നു, നന്ദനെ എനിക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഋഷിയെ ഞാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞത്, എന്നിട്ടിപ്പോൾ വിചാരിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ നടന്നതുമില്ല, നന്ദനും ഋഷിയാണെന്നും നന്ദൻ എവിടെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല, മാത്രമല്ല കളി തുടങ്ങി വെച്ച് ഋഷിയെയും കാണുന്നില്ല എന്നെല്ലാം ഇസബെല്ല പറയുന്നുണ്ട് കെവിനോട്. അന്ന് തന്നെ അരുന്ധതി മേഡം പറഞ്ഞതല്ലേ എല്ലാം തുറന്നു പറയാമെന്ന്, അത് കേട്ടാൽ മതിയായിരുന്നു. ഒരു കാര്യം ഉറപ്പാണ് ബെല്ല, നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരാൾ തന്നെയാണ് നന്ദൻ്റെയും ഋഷിയുടെയും മിസ്സിങ്ങിന് പിന്നിൽ എന്ന് കെവിനും ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ ശാരിക ചുണക്കുട്ടി ഇതെല്ലാം കേട്ട് സത്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുന്നു. ഋഷി മരിച്ചിട്ടില്ല എന്നും എല്ലാം ഇസബെല്ലയുടെയും കെവിനും ചേർന്ന് നടത്തിയ വലിയൊരു നാടകമാണ് എന്നുള്ള സത്യം ശാരിക എടുക്കുന്നുണ്ട്. ഇനി ഏതായാലും കഥ വലിയൊരു വഴിത്തിരിവിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനിടയിൽ പ്രഭാവതി അരുന്ധതിയെ വിളിച്ചിട്ട് എല്ലാത്തിൻ്റെയും പുറകിൽ നിൻ്റെ വൃത്തികെട്ട പകയാണെന്ന് എനിക്ക് മനസ്സിലായി അരുന്ധതി, മീരയുടെ കൊലക്കുറ്റത്തിൽ നിന്നും എൻ്റെ മോൻ നന്ദൻ്റെ തിരോധാനത്തിന് പിന്നിലും നിൻ്റെ പങ്ക് ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. ഒരു കാര്യം നീ ഓർമ്മയിൽ സൂക്ഷിച്ചോ, നീ വീഴുന്ന ദിവസം എത്താറായി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രഭാവതി ഭീഷണി മുഴക്കുമ്പോൾ പ്രഭാവതി നീ എന്തൊക്കെയായി പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നിൻ്റെ മകനെ കാണാതായതിന് പിന്നിൽ ഞാനല്ല, മാത്രമല്ല മീരയുടെ കൊലപാതകത്തിലും എനിക്ക് പങ്കില്ല എന്ന് നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നില്ല അരുന്ധതി പറയുമ്പോൾ നീയല്ലാതെ മറ്റാരും ഇത് ചെയ്യില്ല, വർഷങ്ങൾക്ക് ശേഷവും നിൻ്റെ പക അവസാനിച്ചിട്ടില്ല അല്ലേ, എന്തായാലും നിയമത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാനായിട്ട് നീ തയ്യാറായിക്കോ എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ പ്രഭാവതി. പിന്നീട് ശാരിക തിരികെ വീട്ടിലെത്തുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ദേവികയും അവിടെ വന്നിട്ടുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും വാക്ക് ധിക്കരിച്ച് നീ എവിടേക്കാണ് പോയത് ശാരി, നീ ഇഷ്ടപ്പെടുന്ന ആൾ ആരാണെന്ന് നിനക്ക് ഇപ്പോഴെങ്കിലും ഞങ്ങളോട് തുറന്നു പറഞ്ഞൂടെ, നന്ദുവിനെ തട്ടിക്കൊണ്ടു പോയവരുടെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് പറയാൻ പറ്റില്ല, നീ എന്താ കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാക്കാത്തത്, മാത്രമല്ല ആ മീരയുടെ കൊലയാളിയായ പ്രകാശം പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്, അയാളുടെ ലക്ഷ്യവും എന്താണെന്ന് പറയാൻ പറ്റില്ല എന്നെല്ലാം ദേവിക ആശങ്കയോടെ പറയുമ്പോൾ ഇപ്പം ഞാൻ പുറത്ത് പോയതുകൊണ്ട് നമ്മളെല്ലാവരും ഇത്രയും നാൾ വിശ്വസിച്ചിരുന്ന വലിയൊരു രഹസ്യമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പറയുമ്പോൾ ദേവിയേക്കും രാധയ്ക്കും മാധവേട്ടനൊന്നും അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്താ ശാരികയെന്ന് ദേവിക ചോദിക്കുമ്പോൾ അത് മറ്റൊന്നുമല്ല, നമ്മളൊക്കെ കരുതുന്നത് പോലെ ഋഷി കൊല ചെയ്യപ്പെട്ടില്ല, നന്ദേട്ടൻ അയാളെ കൊന്നിട്ടുമില്ല,
ഋഷി ജീവനയുടെയുണ്ട്. എല്ലാം ആ കെവിൻ്റെയും ഇസബല്ലയുടെയും ചേർന്ന് നടത്തിയ നാടകമായിരുന്നു. നന്ദേട്ടനെ കൊടുക്കാനെന്ന് ശാരിക ഞെട്ടിക്കുന്ന സത്യം തുറന്നു പറയുന്നു. അത് കേട്ട് ദേവികയും രാധികയും മാധവേട്ടനൊക്കെ സ്തബ്ധരായിട്ട് നിന്ന് പോവാണ്. പിന്നെ മറ്റൊരു സത്യവും മനസ്സിലാക്കാൻ കഴിഞ്ഞു. DYSP ഐസക് കുരുവിളയുണ്ടല്ലോ, അയാളുടെ മകളാണ് ഈസബല്ല. വെറുതെയല്ല അയാൾ ചേച്ചി കൊടുത്ത പരാതിയൊന്നും അന്വേഷിക്കാതെ ഉഴപ്പിയത് എന്നുള്ളൊരു ഞെട്ടിക്കുന്ന സത്യവും ശാരിക തുറന്നു പറയുന്നു. അങ്ങനെ ഒടുവിൽ എല്ലാ സത്യങ്ങളും ദേവികയും അറിഞ്ഞിരിക്കുകയാണ്. നന്ദു ആരെയും കൊന്നിട്ടില്ല എന്നും ഇതെല്ലാം മനഃപൂർവ്വം ഋഷി പറഞ്ഞിട്ട് ഇസബല്ലയും കെവിനും ചേർന്നൊരുക്കിയ ഒരു നാടകമായിരുന്നു എന്നുള്ള ഒരു വലിയ സത്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും കഥയിൽ വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവസാനം താൻ എന്ത് കരുതിയിട്ടാണോ കെവിനുമായിട്ട് പ്രണയം നടിച്ചത്, ആ ഒരു കാര്യം ശാരിക നടത്തിയെടുത്തിരിക്കുന്നു. ഇനി ഏതായാലും പ്രകാശിലേക്കും അന്വേഷണം നീളും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല DYSP ഐസക്കിനെ മാറ്റി പുതിയൊരു അന്വേഷണ ഉദ്യോഗസ്ഥനെയാണ് കേസിൻ്റെ അന്വേഷണം ഏൽപ്പിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ മിടുക്കനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞാൽ പ്രകാശിൻ്റെ സകല കള്ളക്കളികളും പൊളിച്ചെടുക്കും. മാത്രമല്ല പ്രകാശിൻ്റെ പുറകിലുള്ള ആ ഒരു വ്യക്തി ആരാണ്, ആ ഒരു സത്യവും ഉടനെ തന്നെ വെളിപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാൻ വരാൻ പോകുന്ന ത്രില്ലിംഗ് എപ്പിസോഡുകൾക്കായിട്ട് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്